ആരൊക്കെയാണോ ഇതിനെ ആഹ്വാനം ചെയ്യുന്നവർ അവർ കൃത്യമായി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതങ്ങനെയാണല്ലോ അല്ലേ. അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് അടുത്തത്. ഈ പണിമുടക്ക് ദിനത്തിൽ പണി എടുപ്പിച്ച് CPM നേതാവ്. ഇടുക്കി ഉടമ്പന്നൂർ ഏരിയ സെക്രട്ടറി PP സുമേഷാണ് പണിമുടക്ക് ദിവസം തൊഴിലാളികളെ കൊണ്ട് പണി എടുപ്പിച്ചത്. ഉടമ്പന്നൂരിലെ സ്വന്തം സ്ഥാപനത്തിന് മുൻവശത്തെ ടാറിംഗ് കോൺക്രീറ്റ് ജോലികൾ ചെയ്യിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും നമ്മൾ ഈ ഏരിയ സെക്രട്ടറിയാണ്, ഒരു സാധാരണ ഒരു നേതാവല്ല, ഏരിയ സെക്രട്ടറി തന്നെയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ ഇങ്ങനെ ജോലി എടുപ്പിക്കുന്നത്. കാരണം പണിമുടക്ക് ഒരു ഭാഗത്ത് നടക്കട്ടെ, ഏതായാലും എൻ്റെ കാര്യം നടക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അയാൾക്ക്. ഏരിയ സെക്രട്ടറി PP സുമേഷാണ് ഇത്തരത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനം തടയാൻ എത്തുന്നവർ പോലും, ഈ നേതാക്കൾ പോലും എത്തുന്നത് സ്വന്തം വാഹനത്തിലാണ്. അവർ സ്വന്തം വാഹനത്തിൽ വന്നിറങ്ങുന്നു, സാധാരണക്കാർ പോകുന്ന വാഹനങ്ങൾ തടയുന്നു. എന്ത് വിരോധാഭാസമാണ് അല്ലേ. ഇത് നമ്മൾ വെറും ആലങ്കാരികമായിട്ട് പറഞ്ഞു വെക്കുന്നതല്ല, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പല സ്ഥലങ്ങളിലും അത്തരം കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും പ്രേക്ഷകർ കാണുകയാണ്. ഇപ്പൊ ഈ ആഹ്വാനം ചെയ്തിരിക്കുന്ന, ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്ന സംഘടനകളുടെ ഇരട്ടത്താപ്പ് കൃത്യമായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതാ ഇടുക്കി ജില്ലയിൽ CPM ഏരിയ സെക്രട്ടറി സ്വന്തം സ്ഥാപനത്തിൽ പണിക്കാരെ ഇന്ന് പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശം? ഈ ഏരിയ സെക്രട്ടറി ഒരുപക്ഷെ ഇന്ന് ഇടുക്കി ജില്ലയിൽ പല വാഹനങ്ങൾ തടയാനും പല KSRTC ബസ്സിന് കല്ലെറിയാനും പോയ ആളായിരിക്കും ഈ സുമേഷ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ മഹാൻ സ്വന്തം സ്ഥാപനത്തിൽ സ്വന്തം പണികളോട് ഈ കല്ലെറിയാനും വടിയെടുത്താനും പോകുന്ന ഒരു നേതാവാണ് സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ ഇങ്ങനെ തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത്. സുബിൻ ചേരുന്നുണ്ട്. ഗൗതം, സുബിൻ, ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയാണ്. അതായത് ഈ പണിമുടക്കിന് നേതൃത്വം നൽകുന്ന സഖാക്കളിൽ, നേതാക്കളിൽ ഒരാൾ തന്നെയാണ് സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ പണിമുടക്കിൽ CPM നേതാക്കളുടെ ഇരുത്തപ്പാപ്പ് എങ്ങനെയെന്നുള്ളത് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഉടുമ്പന്നൂരിലെ ആ ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് PP സുമേഷ്, ഇദ്ദേഹം കരിമണ്ണൂർ ഏരിയ സെക്രട്ടറിയാണ്, CPMന്റെ കരിമണ്ണൂർ ഏരിയ സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിന് ഉടുമ്പന്നൂരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗിന് മുമ്പിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതായത് റോഡ് ടാറിംഗ് കോൺക്രീറ്റ്, അതായത് ഈ ബിൽഡിംഗിന് മുൻവശം ടാർ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്ത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഈ PP സുമേഷ് ആണ് എന്നുള്ളതും വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. PP സുമേഷ് ഇതിന് നേതൃത്വം നൽകി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ കൂടെ നടക്കുന്നതെല്ലാം തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അതായത് കരിമണ്ണൂരിൽ നേരത്തെ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് കരിമണ്ണൂരിൽ നിന്ന് ഈ ഉടുമ്പന്നൂരിലുള്ള PP സുമേഷിന്റെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ആ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത്. ഈ ജില്ലയിൽ ഉടനീളം ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തൊഴിലാളികളെ തടയുകയും അല്ലെങ്കിൽ തൊഴിൽ പണിക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഉടുമ്പന്നൂരിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെ ഇത്തരത്തിൽ പൊതുപണിമുടക്കിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. സുബിനൊപ്പം ഈ തൊഴിലാളി സംഘടനകൾക്കും ഇടത് സംഘടനകൾക്കൊക്കെ വലിയ സ്വാധീനം ഉള്ള തോട്ടം മേഖലയൊക്കെയാണല്ലോ ഇടുക്കി എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഈ പണിമുടക്ക്? ഏതാണ്ട് 12 മണിക്ക് തുടങ്ങി ഇപ്പോൾ 10:30 ആയിരിക്കുന്ന സമയം. ഏത് രീതിയിലാണ് ഇടുക്കി ജില്ലയെ ഇത് പൊതുവെ ബാധിച്ചിരിക്കുന്നത്? ജനജീവിതത്തെ ഒന്നാകെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പണിമുടക്ക് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിലും അതുപോലെ തന്നെ ഓറഞ്ച് മേഖലയിലും എല്ലാം തന്നെ പുരോഗമിച്ചു പോകുന്നത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. പൊതുനിരത്തുകളും പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ സ്തംഭിച്ച ഒരു സാഹചര്യം. അതായത് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളും ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. കുമളിയിൽ നിന്ന് പമ്പയ്ക്കുള്ള KSRTC ബസ്സുകൾ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ഡിപ്പോകളിൽ നിന്ന് കട്ടപ്പന ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നിന്ന് ദീർഘദൂര സർവീസുകൾ വരെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ തവണ പൊതുപണിമുടക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ദേശീയ പണിമുടക്ക് വന്ന സമയത്ത് ഇത്തരത്തിൽ KSRTC സർവീസ് നടത്താൻ ഈ മലയോര മേഖലയിലെ സ്ഥലങ്ങളിലേക്ക്, ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കൊക്കെ സർവീസ് നടത്താൻ ശ്രമിച്ചിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഇത്തരത്തിൽ സമരാനുകൂലികൾ എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ
അതിന്റെ ഒരു ഭയം ഈ പറയുന്ന ജീവനക്കാരിലെല്ലാം തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകൾ, കട്ടപ്പന, നെടുങ്കണ്ടം, അതുപോലെ തന്നെ മൂലമറ്റം, തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സർവീസ് പൂർണ്ണമായും നടത്താൻ തൊഴിലാളികൾ തയ്യാറാകാത്ത അല്ലെങ്കിൽ നടത്താത്തത് എന്നുള്ളൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തോട്ടം മേഖലയിൽ തൊഴിലാളികൾ, അതായത് സാധാരണക്കാരായ ആളുകളാണ്. അവർ ഇത്തരത്തിൽ മലയോര മേഖലയെ സംബന്ധിച്ച് ഈ തേയിലത്തോട്ടങ്ങളിൽ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശമ്പളം മുടക്കമുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പലപ്പോഴും ഇവർ പുറത്തു പോയി തൊഴിലെടുത്താണ് അവർ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ ഓരോ ദിവസം കിട്ടുന്ന ശമ്പളം കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നിഷേധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ പൊതുപണിമുടക്ക് മൂലം ഇടുക്കി ജില്ലയിലെ സുബിൻ, എന്തായാലും ഹൈ റേഞ്ച് മേഖലയിലും ലോ റേഞ്ച് മേഖലയിലും എല്ലാം ഇടുക്കി ജില്ലയിലും ഈ പറയുന്ന പണിമുടക്ക് വലിയ തോതിൽ സ്വാധീനം അവിടെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരു പറഞ്ഞതുപോലെ തന്നെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ട്രേഡ് യൂണിയനുകളുടെ അന്നന്ന് കിട്ടുന്നത് വെച്ച് അന്നത്തെ അന്നം കഴിക്കുന്ന ആൾക്കാരാണ്. അവരെ പോലും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇവരാണ് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നത്. ആ വോട്ട് ചെയ്യുന്നവരെ വിഷമിപ്പിക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ നേതാക്കൾ സ്വീകരിക്കുന്നത്. എന്നാൽ സ്വന്തം കാര്യം സിന്ദാബാദ്, സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ പണിയെടുക്കുന്ന അതും അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം.